ചരിത്രം കുറിച്ച് പാലക്കാട് നഗരസഭയിൽ മൂന്നാമതും അധികാരത്തിലേറി ബി.ജെ.പി. നഗരസഭാ ചെയർമാൻ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിക്ക് മിന്നും വിജയം. പി സ്മിതേഷ് ചെയർമാനായും ടി ബേബി വൈസ് ചെയർപേഴ്സണായും അധികാരമേറ്റു. നഗരസഭയിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി തുടരുമെന്ന് ചെയർമാനും വൈസ് ചെയർപേഴ്സണും പറഞ്ഞു. രാവിലെ 10:30ഓടെയാണ് പാലക്കാട് നഗരസഭയിലേക്കുള്ള ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യ റൗണ്ടിൽ ബി.ജെ.പിക്ക് 25ഉം യു.ഡി.എഫിന് 18ഉം എൽ.ഡി.എഫിന് 10ഉം വോട്ടുകൾ ലഭിച്ചു. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് വിജയിച്ച റഷീദ് ആദ്യ റൗണ്ടിൽ എൽ.ഡി.എഫിനെയാണ് പിന്തുണച്ചത്. പിന്നാലെ നടന്ന രണ്ടാം റൗണ്ട് എൽ.ഡി.എഫ് ബഹിഷ്കരിച്ചതോടെ കോൺഗ്രസ് വിമതൻ യു.ഡി.എഫിനെ പിന്തുണച്ചു. എന്നിട്ടും 25 വോട്ടുകളോടെ ബി.ജെ.പി സ്ഥാനാർത്ഥി പി സ്മിതേഷ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. പാലക്കാട് മുനിസിപ്പൽ കൗൺസിലിൽ ചെയർപേഴ്സൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ട പി സുരേഷ് എന്ന നിയമനം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂടെ പുറത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാർത്ഥമായി വിശ്വസിക്കുന്നതും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുന്ന ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 2:30ഓടെ നടന്ന വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് എം വത്സൻ വൈകി എത്തിയതോടെ കൗൺസിൽ ഹാളിൽ നിന്നും പുറത്താക്കി. ഇതോടെ യു.ഡി.എഫ് വോട്ടുകൾ 17ആയി. കോൺഗ്രസ് വിമതൻ 2 റൗണ്ടുകളിലും എൽ.ഡി.എഫിനെയും യു.ഡി.എഫിനെയും മാറി മാറി പിന്തുണച്ചെങ്കിലും 25 വോട്ടുകളോടെ ബി.ജെ.പിയുടെ ടി ബേബി വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. പാലക്കാട് മുനിസിപ്പൽ കൗൺസിലിലെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ബേബി ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നഗരസഭയിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പാക്കിയ വികസനം കൂടുതൽ ശക്തമായി തുടരുമെന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാനും വൈസ് ചെയർപേഴ്സണും പറഞ്ഞു. 100% തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനങ്ങളോടുള്ള കടമ പുറത്തുന്നുണ്ട് എന്നുള്ളത് രേഖാമൂലം തെളിയിക്കണമെന്നുള്ളത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ നിർബന്ധ ബുദ്ധിയാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ ജനപ്രതികൾ നേരത്തെ ഈ പ്രവർത്തനം താഴെത്തട്ടിൽ നടത്തി വരുന്ന ആളുകളാണ്. എന്തിനാ അത് അധ്യക്ഷൻ പറഞ്ഞ പോലെ അതേപടി എല്ലാ 6 മാസം കൂടുന്ന സമയത്ത് നമ്മൾ എന്താണ് പ്രവർത്തനം എന്നുള്ളത് രേഖാമൂലം ജനങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ ടേം ഇതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഫസ്റ്റ് ടേമത്തെ നമ്മുടെ കോറം തികയാണ്ട് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുൻ ചെയർപേഴ്സൺ ഈ സമയത്ത് ഞാൻ പറയാണ് ചെയർപേഴ്സൺ, അതുപോലെ തന്നെ മുതിർന്ന കാര്യകർത്താക്കൾ ശിവരാജേട്ടൻ, നടേശേട്ടൻ, അങ്ങനെയുള്ളവരെല്ലാവരെയും കൂടി കൂട്ടായ്മയിലൂടെ നമ്മൾ കൃഷ്ണമാറട്ടെ എല്ലാവരെയും കൂട്ടായ്മയിലൂടെയാണ് നമ്മൾ ഇത്രയും ആരോഗ്യ പ്രവർത്തനത്തിലൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും അതുപോലെ തന്നെ തുടർഭരണത്തിൻ്റെ ഭാഗമായിട്ട് വളരെ വികസന കാര്യങ്ങൾ ചെയ്യാം. തുടർന്ന് പാലക്കാട് നഗരത്തിൽ ബി.ജെ.പി വലിയ ആഹ്ലാദ പ്രകടനവും നടത്തി. ജനം, പാലക്കാട്.